My dear friends, love you all. Thank you so much. Love you, universe. Happy life. Love you. എൻ്റെ സങ്കല്പം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലവ് യു ഓൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എഴുതിയൊരു കഥയാണ് കേട്ടോ. കണ്ണനും കടലാസ് ചെടിയുടെ പ്രണയവും. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, ഹൃദയകമലവാസ, രാജകുമാര, അങ്ങയുടെ തൃപ്പാദത്തിൽ ഈ കഥ ഞാൻ സമർപ്പണം ചെയ്യുന്നു. സർവം സമർപ്പയാമി. ജി ശ്രീ രാധേ രാധേ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഒരു ഗ്രാമത്തിൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ടായിരുന്നു. പഞ്ചലോക നിർമ്മിതമായ ആ കണ്ണനെ കാണാൻ അതിസുന്ദരനായിരുന്നു. അതൊരു കുടുംബക്ഷേത്രവുമായിരുന്നു. എന്നിരുന്നാലും സുന്ദരനായ കണ്ണനെ കാണാൻ ധാരാളം ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ക്ഷേത്രത്തിന് ചുറ്റും പല നിറത്തിലുള്ള കടലാസ് ചെടികൾ വെച്ചുപിടിപ്പിച്ച് ഭംഗിയായി ഒരുക്കിയ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. കൂടാതെ മറ്റു ചെടികളും സമർത്ഥമായി പൂന്തോട്ടത്തിലുണ്ട്. മുല്ലപ്പൂവ്, റോസാപ്പൂവ്, തുളസി, ചെത്തി, ചെമ്പരത്തി, അങ്ങനെ ധാരാളം ചെടികൾ വേറെയും ഉണ്ടായിരുന്നു. ആരെയും ആകർഷിക്കും വിധം ആ പൂന്തോട്ടം ഭംഗിയോടെ നിന്നു. നിത്യവും കണ്ണന് ചാർത്താൻ മാല കെട്ടാനുള്ള പൂവുകളും അർച്ചനയ്ക്കുള്ള പൂവുകളും ആ പൂന്തോട്ടത്തിൽ നിന്നായിരുന്നു ആളുകൾ ശേഖരിച്ചിരുന്നത്. ആ പൂന്തോട്ടത്തിൽ നടന്ന് പൂവുകൾ പറിച്ച് കണ്ണന് മാല ചാർത്തുമ്പോൾ, പിന്നെ അർച്ചനയ്ക്കുള്ള പൂവുകൾ പറിച്ചൊരുക്കുമ്പോഴെല്ലാം ഒരാത്മസംതൃപ്തി, സന്തോഷം എല്ലാവരിലും ഉണ്ടായിരുന്നു. പൂന്തോട്ടത്തിൽ ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിൽ വരുന്നവർ പൂന്തോട്ടത്തിലെ ചെടികളെയെല്ലാം നശിപ്പിക്കാതെ പരിപാലിക്കണം. ഈ പൂവുകളെല്ലാം കണ്ണൻ്റെ ഗോപികമാരാണ്. പൂവിനോട് അനുവാദം ചോദിക്കാതെ പറിക്കരുത്. അലക്ഷ്യമായി പറിച്ച് വേദനിപ്പിക്കരുത്. ശ്രദ്ധയോടെ ചെയ്യണം. ഇതാണ് ആ ബോർഡിൽ എഴുതിയിരുന്നത്. ശ്രീലകത്തിരുന്ന കണ്ണനെ ചൊല്ലി പൂന്തോട്ടത്തിലെ പൂവുകൾ നിത്യവും കൊതി പറയും. കാരണം കണ്ണന് ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന തർക്കം പൂന്തോട്ടത്തിൽ നിത്യ സംഭവമായിരുന്നു. റോസാപ്പൂ പറയും, എന്നെയാണ് കണ്ണന് കൂടുതൽ ഇഷ്ടം, ഞാൻ അതിസുന്ദരിയാണ്. പല നിറത്തിലും മണത്തിലും പൂന്തോട്ടത്തിൽ പൂക്കളിൽ റാണിയായി പ്രണയത്തിൻ്റെ പ്രതീകമായി തിളങ്ങി നിൽക്കുകയല്ലേ പനിനീർപ്പൂവ്. ഇത് കേട്ട മുല്ലപ്പൂവ് ഏറ്റുപിടിച്ചു. ഈ പൂന്തോട്ടത്തിൽ നറുമണം പരത്തി ലയിപ്പിക്കുന്നത് ഞാനല്ലേ, മുല്ലപ്പൂവ് പറഞ്ഞു. അപ്പോൾ കണ്ണന് പ്രിയപ്പെട്ടവൻ ഞാൻ തന്നെ. ഇത് കേട്ടു നിന്ന ചെത്തിപ്പൂവ് പറഞ്ഞു, ദിവസവും അർച്ചനയ്ക്ക് എന്നെ എടുക്കുമ്പോൾ കണ്ണൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എനിക്കല്ലേ ഭാഗ്യം. തർക്കം മുറുകി വന്നു. ഇവരെയെല്ലാം മറികടന്ന് തുളസിപ്പൂവെത്തി. കണ്ണൻ്റെ മാറിൽ നിത്യവും തലചായ്ച്ച് മയങ്ങാൻ എനിക്കാണ് ഭാഗ്യം. അപ്പോൾ ഞാനല്ലേ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ടത്. വൃന്ദാവനത്തിലെ ഗോപികമാർ കണ്ണന് ചുറ്റും സ്നേഹക്കൂട് നിർമ്മിക്കാൻ മത്സരിക്കും പോലെ നല്ല കാഴ്ചയാണ് കണ്ണന് ഇവരുടെ സംഭാഷണമൊക്കെ കേൾക്കാൻ. ശ്രീലകത്ത് ചിരിതൂകി നിൽക്കുന്ന കണ്ണൻ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കും. സംഭാഷണങ്ങൾ സന്തോഷപൂർവ്വം കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷേ അത്രയും സന്തോഷത്തിൻ്റെ ഇടയിലും ഒട്ടും പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ ഇവരുടെ എല്ലാം സംസാരം കേട്ടുകൊണ്ട് ഒരു ചെടി നിൽപ്പുണ്ടായിരുന്നു. ആരാണെന്നല്ലേ, നമ്മുടെ കടലാസ് ചെടി. കടലാസ് പൂക്കൾ പൂജയ്ക്കെടുക്കാത്തതുകൊണ്ടും പ്രത്യേകിച്ച് മണവും ഇല്ലാത്തതുകൊണ്ടും പൂന്തോട്ടത്തിൽ ഒറ്റപ്പെട്ട് ശ്രീലകത്തിരിക്കുന്ന കണ്ണനെ നിരന്തരം സ്മരിച്ച് സ്നേഹിച്ച് പ്രണയിച്ച് അർപ്പിച്ച് പ്രാർത്ഥനയോടെ നിൽക്കുകയായിരുന്നു കടലാസ് ചെടി. നാൾക്കുനാൾ കടലാസ് ചെടിക്ക് കണ്ണനോടുള്ള പ്രണയം കൂടി വരുന്നു. ശ്രീലകത്തിരിക്കുന്ന കണ്ണനെ ഒരു വട്ടം കാണാനും കെട്ടിപ്പിടിക്കാനും കടലാസ് പൂവ് നന്നായി ആഗ്രഹിച്ചു. തൻ്റെ പ്രണയം ശ്രീലകത്തെ കണ്ണനെ അറിയിക്കുവാൻ കടലാസ് ചെടി തീരുമാനിച്ചു. അതിനുവേണ്ടി അടുത്ത് നിന്ന ചെത്തിപ്പൂവിനോട് ചോദിച്ചു, നാളെ കണ്ണൻ്റെ കഴുത്തിൽ മാലയായി കിടക്കുമ്പോൾ എൻ്റെ പ്രണയം ഒന്ന് കണ്ണനോട് പറയുമോ. കടലാസ് പൂവ് ചെത്തിപ്പൂവിനോട് ചോദിച്ചു. അതിനെന്താ, നിൻ്റെ പ്രണയം ഞാൻ കണ്ണനെ അറിയിക്കാമല്ലോ. കടലാസ് പൂവിന് സന്തോഷമായി. പിറ്റേ ദിവസം തുളസിപ്പൂവിനോടും ചോദിച്ചു, എൻ്റെ പ്രണയം നീ കണ്ണനോടൊന്ന് പറയുമോ. അതിനെന്താ, പറയാമല്ലോ. തുളസിപ്പൂവും സമ്മതിച്ചു. അന്നേ ദിവസം കണ്ണൻ്റെ കഴുത്തിൽ മാലയായിട്ട് കിടന്നപ്പോൾ തുളസിപ്പൂവ് കണ്ണനോട് ചെവിയിൽ പറഞ്ഞു, അതേ കണ്ണാ, ആ നിൽക്കുന്ന കടലാസ് ചെടിക്ക് നിന്നോട് പ്രണയമാണ്. എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. തുളസിപ്പൂവ് സന്തോഷപൂർവ്വം കണ്ണനെ അറിയിച്ചു. അപ്പോൾ കണ്ണൻ ചിരിതികു കണ്ട് തുളസിപ്പൂവിനോട് പറഞ്ഞു, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അവൾക്ക് എൻ്റെ അടുത്തല്ലേ വരാൻ പറ്റാതുള്ളൂ. സമയമാകുമ്പോൾ ഞാൻ അവളെ കാണാൻ അങ്ങ് ചെല്ലുന്നുണ്ട്. പക്ഷേ തുളസിപ്പൂവിനോട് കണ്ണൻ പറഞ്ഞ രഹസ്യം കടലാസ് പൂവിനോട് പറയാൻ പറ്റുമായിരുന്നില്ല. കാരണം കഴുത്തിൽ അണിഞ്ഞിരുന്ന മാല പിറ്റേ ദിവസം മാറ്റുന്നതിനാൽ പിന്നെ എങ്ങനെ പറയും. അങ്ങനെ കണ്ണൻ്റെ പ്രണയം അറിയാതെ കടലാസ് പൂവ് കണ്ണനെ പ്രണയിച്ചു കൊണ്ടേയിരുന്നു. സ്നേഹിച്ച് വിശ്വസിച്ച് അർപ്പിച്ച് കാത്തിരുന്നു.
അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാത്രി പതുങ്ങി പതുങ്ങി ചെടികൾക്കിടയിലൂടെ ഒരു കള്ളൻ ക്ഷേത്രത്തിൽ എത്തി. പഞ്ചലോഹ നിർമ്മിതമായ കണ്ണൻ്റെ വിഗ്രഹം മോഷ്ടിക്കാനായിരുന്നു കള്ളൻ്റെ വരവ്. കടലാസ് ചെടി ഈ കാഴ്ച കണ്ടു ആകെ പേടിച്ചു. അയ്യോ, കണ്ണനെ എങ്ങനെ കൊണ്ടുപോകും? കള്ളനെ അവൻ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുമല്ലോ, എങ്ങനെ ആളുകളെ അറിയിക്കും? കടലാസ് ചെടി ആകെ വിഷമിച്ചു. കടലാസ് ചെടി കള്ളനെ തൻ്റെ മുള്ളുകളുള്ള ശരീരം കൊണ്ട് കുത്തി 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 പരിക്കേൽപ്പിച്ച് ഓടിക്കാൻ നോക്കി. ഏറെ പരിശ്രമിച്ചിട്ടും കള്ളൻ പോകാതെ ശ്രീലകൻ ലക്ഷ്യമാക്കി നീങ്ങി. അകത്ത് പ്രവേശിച്ച് പഞ്ചലോഹ വിഗ്രഹമെടുത്ത് കള്ളൻ പുറത്തേക്ക് വന്നു. കടലാസ് ചെടി പൊട്ടി പൊട്ടിക്കരഞ്ഞു. മറ്റുള്ള പൂവുകളും കള്ളനോട് യാചിച്ചു കരഞ്ഞു, ഞങ്ങളുടെ കണ്ണനെ കൊണ്ടുപോകരുത് എന്ന്. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് കള്ളൻ തിരിഞ്ഞു നോക്കി. ആരോ ഇങ്ങോട്ട് നടന്നു വരുന്നത് പോലെ തോന്നുന്നു. ചെടികൾക്കിടയിലൂടെ ഇരുട്ടിൻ്റെ മറപറ്റി കള്ളൻ ഒച്ചകെട്ട ഭാഗത്തേക്ക് എത്തി നോക്കി. ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് രണ്ടുപേർ നടന്നു വരുന്നത് കള്ളൻ കണ്ടു. ഒട്ടും താമസിച്ചില്ല, അടുത്ത് കണ്ട ചെടികൾക്കിടയിലോട്ട് ആ വിഗ്രഹത്തെ ഒളിപ്പിച്ചു വെച്ച ശേഷം കള്ളം അവിടെ നിന്ന് ഓടിമറഞ്ഞു. കണ്ണനെ ഒളിപ്പിച്ചു വെച്ച ആ ചെടി ആരായിരുന്നു? നമ്മുടെ കടലാസ് ചെടി. കടലാസ് ചെടി സന്തോഷം കൊണ്ട് കണ്ണനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് സ്നേഹം അറിയിക്കുകയാണ്. സ്നേഹം കൊണ്ട് പുലുകി മുത്തം കൊടുത്തു കണ്ണനെ സ്നേഹം അറിയിക്കുകയാണ്. നീ എൻ്റെ അടുത്ത് വന്നല്ലോ, എനിക്ക് സന്തോഷമായി. അപ്പോൾ കണ്ണൻ പറഞ്ഞു, നിന്റെ പ്രണയം ഞാൻ അറിഞ്ഞിരുന്നു, ഞാൻ വന്നില്ലേ, ഇപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ? എൻ്റെ അടുത്ത് വരാൻ നിനക്കല്ലേ പറ്റാതുള്ളൂ, ഞാൻ വന്നില്ലേ? കടലാസ് ചെടിയെ കണ്ണൻ മാറോട് ചേർത്ത് പിടിച്ചു. കാത്തിരിപ്പിനുള്ള അംഗീകാരം കിട്ടുക തന്നെ ചെയ്തു. വീണ്ടും സന്തോഷത്തോടെ കണ്ണൻ ആ ക്ഷേത്രത്തിൽ ചൈതന്യത്തോടെ വിളങ്ങി നിന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കുള്ള കാര്യത്തിൽ സന്തോഷിക്കുക, ആരാധിക്കുക, വിശ്വസിക്കുക, അർപ്പിക്കുക. അനുഭവിക്കാനുള്ള യോഗ്യത നമ്മളിൽ തന്നെ ആദ്യം കണ്ടെത്തുക. അറിഞ്ഞർപ്പിച്ച് വിളിക്കുന്ന ഭക്തരുടെ മുൻപിൽ കണ്ണൻ അവരുടെ ഹൃദയത്തിൽ എന്നും വിളങ്ങി നിൽക്കും. അതുകൊണ്ട് കണ്ണന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിരിപ്പിടം ഒരുക്കൂ. ഒരിക്കലും പിരിയാതെ ചൈതന്യത്തിലേക്ക് ലയിക്കൂ. സർവം കൃഷ്ണാർപ്പണസ്തു. ജയ് ശ്രീ രാധേ രാധേ. I love you. Thank you so much. Happy life. Love you. Thank you universe. Love you Guruvayappa. Thank you. വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ. വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ. നീലമേഘ സുന്ദര നാരായണ ഗോവിന്ദ. നീലമേഘ സുന്ദര നാരായണ ഗോവിന്ദ. വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ. വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ. ഭക്തഹൃദയ മന്ദാര ഭാനുകോടി സുന്ദര. ഭക്തഹൃദയ മന്ദാര ഭാനുകോടി സുന്ദര. നന്ദ നന്ദ ഗോപവൃന്ദ നാരായണ ഗോവിന്ദ. നന്ദ നന്ദ ഗോപവൃന്ദ നാരായണ ഗോവിന്ദ. വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോപാല ഹരി ഗോപാല. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പണം ചെയ്യുന്നു ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ. താങ്ക് യു.